നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തിൽ TV, പത്രമാധ്യമങ്ങളെ നോക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ ദിനംപ്രതി കാണാറും കേൾക്കാറുമുള്ളത്. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞാനൊരു ചെറിയ മോണോ ആക്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മോളെ മോളെ മാളു, ഈ കുഞ്ഞിത് എവിടെ പോയി കിടക്കുക? മോളെ, എന്താ അമ്മേ? മോളെ, ഇങ്ങ് വന്നേ, ഇച്ചിരി ചോറുണ്ണ. ഇക്ക വേണ്ടമ്മേ, ഞാൻ ഇച്ചിരി കളിച്ചോട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, തോരനുണ്ട്, വറുത്ത മീനുണ്ട്, പപ്പടമുണ്ട്, അമ്മയുടെ ചക്കരക്കുട്ടിയില്ലേ, ഇച്ചിരി ചോറുണ്ണ. ഇക്ക വേണ്ടമ്മേ, ഞാൻ ഇച്ചിരി കളിച്ചോട്ടെ. ശരി ശരി, ഇനി ആ പേർക്ക് എന്നോട് വഴക്ക ശണ്ടയൊന്നും വേണ്ട. മോളെ, ദൂരോട്ടൊന്നും പോവല്ലേ. ശരി അമ്മേ. അമ്മേ, ചോക്ലേറ്റ് തരാം, മുട്ടായി തരാം, അടുത്തു വാ. ഇല്ല, വേണ്ട, ഞാൻ വരൂല. ആനയെ കാണിച്ചു തരാം. ആന. ഹായ് ആന, ആനയെ കാണിച്ചു തരോ? എങ്കിൽ ഞാൻ വരാം. ആനയെ കാണിച്ചു തരാം. ആനയെ കാണാൻ പോകാമോ? ആനയെ കാണാൻ പോകാം. കുറച്ചു മാസങ്ങൾക്ക് ശേഷം. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് ഏവരും കാത്തിരുന്ന മാളു കൊലക്കേസിലെ പ്രതിയുടെ വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദവിവരങ്ങൾ നൽകുവാൻ നമ്മുടെ റിപ്പോർട്ടർ ജിഷ ലൈനിലുണ്ട്. ജിഷ, ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? പ്രിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോടതി വിളപ്പിലാണ്. ഇപ്പോൾ ഇവിടെ പ്രതിയുടെ വിധി കാത്ത് മാളുവിൻ്റെ വീട്ടുകാരും ഒപ്പം നാട്ടുകാരും എത്തിയിട്ടുണ്ട്. പ്രതി ഇതിനു മുമ്പും പല കുട്ടികളെയും ഇതുപോലെ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും തെളിഞ്ഞു പ്രിയ. കൂടാതെ പ്രതിക്ക് മനുഷ്യക്കടത്തിലും ബന്ധമെടുത്ത് തെളിഞ്ഞു പ്രിയ. പ്രിയ, കേൾക്കുന്നുണ്ടോ? മാളു കൊലക്കേസിലെ പ്രതിയുടെ വിധി വന്നിരിക്കുന്നു. മാളു കൊലക്കേസിലെ പ്രതി തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത അനുസരിച്ച് മാളു കൊലക്കേസിലെ പ്രതിയെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിരിക്കുന്നു. കണ്ടില്ലേ കൂട്ടുകാരെ, ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് നമ്മൾ വാഴ്ത്തിപ്പുകഴ്ത്തുന്ന ഈ കൊച്ചു കേരളത്തിൽ എത്രയോ കൊച്ചുകുട്ടികളാണ് പലരുടെയും അതിക്രമത്താൽ കൊല്ലപ്പെടുന്നത്. എത്രയോ അമ്മമാരാണ് കൊച്ചുകുട്ടികളുടെ വേർപാടിൽ വിലപിക്കുന്നത്. കൊച്ചുകുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ കാണിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ മോണാക്ട് ഇന്നീ വേദിയിൽ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.